ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺഗ്രസിൽ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ആശയങ്ങളും പ്രവർത്തന മാതൃകകളും അവതരിപ്പിച്ച് അമൃത സർവകലാശാല. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്കും ഗ്രാമീണ വികസനം ഉൾപ്പെടെയുള്ള സാമൂഹിക ഇടപെടൽ പദ്ധതികളുടെ അനുഭവങ്ങളും അമൃത സർവകലാശാലയുടെ പ്രതിനിധികൾ ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺഗ്രസിൽ അവതരിപ്പിച്ചു. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺഗ്രസിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളും ഗവേഷണങ്ങളും അവതരിപ്പിച്ച് അമൃത സർവകലാശാല. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്ന വിഷയത്തിൽ നടന്ന ചർച്ചകളിൽ സർവകലാശാലയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ദക്ഷിണേഷ്യൻ ഉന്നത വിദ്യാഭ്യാസം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് എങ്ങനെ കരുത്തു പകരുന്നു എന്ന വിഷയത്തിൽ അമൃത യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വിനോദിനി രമേശ് സംസാരിച്ചു. ഇന്ത്യയിലെ 2800-ലധികം ഗ്രാമങ്ങളിൽ സർവകലാശാല നടപ്പാക്കുന്ന ഗ്രാമീണ വികസന പദ്ധതികളും സമൂഹ അധിഷ്ഠിത പ്രവർത്തനങ്ങളും അവർ വിശദീകരിച്ചു. ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയിക്കുന്ന സംവിധാനങ്ങൾ, ശുദ്ധജല പദ്ധതികൾ, സാമൂഹിക വികസന പ്രവർത്തനങ്ങൾ എന്നിവയിൽ സർവകലാശാല നടത്തുന്ന ഗവേഷണങ്ങൾ എങ്ങനെ ജനോപകാരപ്രദമായ പദ്ധതികളായി മാറുന്നുവെന്നും ഡോക്ടർ മനീഷ ചൂണ്ടിക്കാട്ടി. സുസ്ഥിരതയെ പഠന പ്രക്രിയയുടെ ഭാഗമാക്കുക എന്ന വിഷയത്തിൽ നടന്ന ശില്പശാലയിൽ അമൃത ബിസിനസ് സ്കൂൾ ഡീൻ ഡോക്ടർ രഘുരാമനും പങ്കെടുത്തു. വിദ്യാർത്ഥികളെ ഗ്രാമീണ മേഖലകളിൽ താമസിപ്പിച്ച് വികസന പദ്ധതികളുടെ ഭാഗമാക്കുന്ന അമൃതയുടെ ലിവ് ഇൻ ലാബ്സ് പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. യുനെസ്കോ, UN യൂണിവേഴ്സിറ്റി, വിദ്യാർത്ഥി സംഘടനകൾ, കാലാവസ്ഥാ സംരക്ഷണ കൂട്ടായ്മകൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്ത സെക്ഷനിൽ സുസ്ഥിരതയെ വിദ്യാർത്ഥി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എങ്ങനെ ഉൾപ്പെടുത്താമെന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച നടന്നത്. ജൂൺ 22 മുതൽ 25 വരെ ജക്കാർത്തയിൽ നടന്നുവരുന്ന ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺഗ്രസ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പുരോഗതിക്കായി ലോകമെമ്പാടുമുള്ള ഗവേഷകരും വിദ്യാഭ്യാസ വിദഗ്ധരും നയരൂപീകരണ രംഗത്തെ പ്രതിനിധികളും ഒരുമിക്കുന്ന പ്രധാന വേദിയായാണ് വിലയിരുത്തപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.